ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഷാസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി പറയാനുള്ളത്, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോസ്റ്ററിലേക്ക് എങ്ങനെ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളാണ്. ആദ്യമായി നമുക്ക് എങ്ങനെയാണ് സ്റ്റിക്കർ ആഡ് ചെയ്യാമെന്ന് നോക്കാം. പലതരം സ്റ്റിക്കറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റിന് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിക്കറുകളാണ്. ആവശ്യമായ മോഡലുകളൊക്കെ ഇതിൽ തന്നെ, ധാരാളം മോഡൽസ് ഇതിൽ തന്നെ നമുക്ക് ലഭിക്കും. അതുപോലെ സ്റ്റിക്കർ, ഇമോജി, അങ്ങനെ 3 ടൈപ്പുകളാണുള്ളത്. പലതരം ലോഗോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഇവിടെ ഇമ്പോർട്ടുള്ള ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരയ്ക്കാനുള്ള ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും വരച്ച് കാര്യങ്ങൾ ചെയ്യാൻ, പോസ്റ്റർ ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സൈസും സ്മൂത്ത്നെസ്സും കാര്യങ്ങളിലാണ് ഇതിലുള്ളത്. അതുപോലെ ഷേപ്പുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഷേപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. പലതരം ഷേപ്പുകൾ നമുക്ക് ലഭിക്കും. അതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി, കളർ, അതിനു വേണ്ടിയുള്ള സ്ട്രോക്ക് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ബിസർ എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് നല്ല ലൈന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റാൻസറിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനാവശ്യമായ കളറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആരോ എന്ന ഓപ്ഷനിൽ നമുക്ക് ആരോ മാർക്ക് കൊടുക്കാനും അതിൻ്റെ മുൻഭാഗം ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. മുൻഭാഗം ചേഞ്ച് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഒരു ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇത്ര ഓപ്ഷനാണ് ഈ ഇതിൽ വരുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് സംബന്ധമായ ഓപ്ഷനാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ, വ്യത്യസ്തമായ കളറുകൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗ്രേഡിയൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ട്രാൻസ്പെറൻറ്റ് ഓപ്ഷനാണ്. ഇങ്ങനെ നമുക്ക് PNG ഫയലുകളൊക്കെ നമുക്ക് ഇങ്ങനെയാണ് തയ്യാറാക്കുക. PNG ഫയലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഫയലുകൾ. പിന്നെ ഇമേജ് സൈസ് പിക്സൽ രൂപത്തിലാണ് വരിക. A4 സൈസ് 210 വിഡ്ത്തും 297 ഹൈറ്റുമാണ് പിക്സൽ A4 സൈസ് വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇമേജ് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. ധാരാളം ഇമേജുകൾ തന്നെ പിക്സൽ ലാബിൽ തന്നെ ഉണ്ട്. ധാരാളം ഇമേജ് പോസ്റ്ററിന് ആവശ്യമായ, പോസ്റ്ററിനൊക്കെ നിർമ്മിക്കാൻ പറ്റിയ ധാരാളം ഇമേജുകൾ നമുക്ക് പിക്സൽ ലാബിൽ തന്നെ ധാരാളം ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്യാമറ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് ഫോട്ടോ എടുത്തു ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ സാധിക്കുന്നതാണ്. ഇതും ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചിട്ടുള്ള ടൂളുകളാണ്. ബാക്ക്ഗ്രൗണ്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ഓപ്ഷനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ചുറ്റും ഒരു
ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ കളറൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കാനും കൂട്ടാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ നോയ്സ് എന്ന ഈ ഓപ്ഷൻ ഇതിൻ്റെ ഒരു ടെക്സ്ചർ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും.